കാനഡയിൽ ഖലിസ്ഥാൻ ഭീകരർ മറ്റൊരു കലാപത്തിന് കോപ്പുകൂട്ടുകയാണ്. കഴിഞ്ഞ ദിവസം കാനഡയിലെ ക്ഷേത്രങ്ങളുടെയും ഗുരുദ്വാരകളുടെയും ചുവരുകളിൽ ഖലിസ്ഥാൻ അനുകൂല ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് വികൃതമാക്കിയ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂലികളുടെ ഇന്ത്യ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല എന്നത് തന്നെയാണ് ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത്. വാൻകുവാറിലെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഗുരുദ്വാരയുടെയും ബ്രിട്ടീഷ് കൊളംബിയയിലെ ചില ക്ഷേത്രങ്ങളുടെയും നേരെയാണ് ഇത്തരത്തിൽ വികൃതമാക്കിയ രീതിയിൽ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളും ഇന്ത്യ വിരുദ്ധതയും എഴുതി ഇട്ടിരിക്കുന്നത്. ഈ സംഭവം സിഖ് ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള രോക്ഷമാണ് ഇടവച്ചിരിക്കുന്നതും. വാൻകുവാറിലെ റോസ് സ്ട്രീറ്റ് ഗുരുദ്വാര എന്നറിയപ്പെടുന്ന ഖൽസ ദിവാൻ സൊസൈറ്റി ഗുരുദ്വാരയുടെ ചുവരുകളിൽ ഖലിസ്ഥാനി മുദ്രാവാക്യങ്ങൾ എഴുതിയിരിക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു ചെയ്തതും. ഗുരുദ്വാരയുടെ വക്താവായ ഈ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുകയും പവിത്രമായ ഗുരുദ്വാരയുടെ മതിലുകൾ അശുദ്ധമാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നതെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഖൽസ സൻസ്ന ദിവസ് ദിവസത്തിൽ ഐക്യത്തിന്റെ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് വിഘടനവാദികളായ ഒരു കൂട്ടം സിഖുകാരുടെ പ്രവൃത്തിയാണ് ഇത് എന്നും ഇത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. അതുപോലെ തന്നെ സിഖുകാരെ ഭിന്നിപ്പിക്കാൻ തീവ്ര ശക്തികൾ ആഗ്രഹിക്കുന്നുവെന്നും ഇത് ഭയം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ വൈവിധ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി തൻ്റെ മുതിർന്നവർ ത്യാഗങ്ങൾ സഹിച്ചിട്ടും ഭിന്നത സൃഷ്ടിക്കാനുള്ള ഈ ശ്രമം വിജയിക്കാൻ അനുവദിക്കില്ല എന്നും അവർ എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഖലിസ്ഥാൻ അനുയായികളെ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയ അതേ ഗുരുദ്വാരയിൽ തന്നെ നാഗർ കീർത്തനവും അതുപോലെ തന്നെ വൈശവി പാരഡവും സംഘടിപ്പിക്കുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. അതിനുള്ള പ്രതികാരമായിരിക്കാം ഈ സംഭവമെന്ന് വിശ്വസിക്കപ്പെടുന്നവരുമുണ്ട്. ഗുരുദ്വാരയ്ക്ക് പുറമെ തന്നെ സറയിലെയും അതുപോലെ ബ്രിട്ടീഷ് കൊളംബിയയിലെയും ക്ഷേത്രങ്ങളെയും ഖലിസ്ഥാനികൾ ലക്ഷ്യമിട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഖലിസ്ഥാനി മുദ്രാവാക്യങ്ങൾ ഇവിടെ എഴുതി ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്മി നാരായണ ക്ഷേത്രവും ലക്ഷ്യം വെച്ചിരുന്നു. അതുപോലെ തന്നെ കാനഡയിലെ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഇടയിൽ ഐക്യം നിലനിർത്തുന്നതിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രം സജീവ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും അതിനാലാണ് ക്ഷേത്രം ലക്ഷ്യമിടുന്നതെന്നും ക്ഷേത്ര വക്താക്കൾ വ്യക്തമാക്കുകയാണ്. ഇത് യാദൃച്ഛികമല്ല എന്നും ആസൂത്രിതമായി നടക്കുന്നതാണ് എന്നും സമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ആഴത്തിലുള്ള ഗൂഢാലോചനയ്ക്കെതിരെയാണിപ്പോൾ ഇത് നടന്നിരിക്കുന്നതെന്നാണ് ഈ വ്യക്തികൾ അവകാശപ്പെട്ടിരിക്കുന്നത്. കാനഡയിൽ 2023-ലും 2024-ലും നിരവധി ക്ഷേത്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടതും. പക്ഷേ ഇതുവരെയും ആരാണ് അക്രമികളെന്നോ അവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലും ഖലിസ്ഥാനികൾക്ക് നേരെ ബഹളം വെച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പുതിയ സംഭവത്തിന് ശേഷം കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾ തടയണമെന്നുമുള്ള ആവശ്യം വീണ്ടും ശക്തമായി തന്നെ ഉയരുകയാണ്. അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഖലിസ്ഥാനികൾ കാലിഫോർണിയയിലെ ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ക്ഷേത്രത്തിന്റെ ചുമരിൽ കരിവാരി തേക്കുകയും അതുപോലെ തന്നെ മോദിയെ അവഹേളിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ ക്ഷേത്ര ചുമരിൽ എഴുതി വയ്ക്കുകയും ചെയ്തിരുന്നു. കാലിഫോർണിയ കേന്ദ്രീകരിച്ചു നടക്കുന്ന 7ാമത്തെ സംഭവമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ദക്ഷിണ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ VAPS ശ്രീ സ്വാമി നാരായൺ മന്ദിറിന് നേരെയായിരുന്നു ആക്രമണം നടന്നതും. കാലിഫോർണിയയിലെ ഷിനോ ഹിൽസ്വയിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവഹേളിക്കുന്ന പരാമർശങ്ങളുമായിരുന്നു ക്ഷേത്ര ചുവരുകളിൽ എഴുതി വെച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.